ഇനി കുഴപ്പമില്ല, ഉണ്ടാവില്ല എന്ന് വിചാരിക്കാട്ടോ. ഈ നെറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, മഴ ചെയ്തുകൊണ്ട് തോന്നണേ. സാധാരണ ഇങ്ങനെ ഉണ്ടാവാറേ ഇല്ല ഹോട്ട്സ്പോട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ എല്ലാം റെഡി ആയെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്കിത് കാണാം അല്ലേ? ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, മൈക്കോൺ ഇതില്ലേ? ശരി ശരി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, വേഗം പറയാം. ശരി. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ ഒരു ഫിസിക്കൽ ഫോർമേഷന്റെ. അപ്പൊ അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ലാംഡ സെഡ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെറ്റ് ഈസ് ഈക്വൽ ടു e⁻ ലാംഡ ടി എന്ന് വരും. അതാകുമ്പോൾ ലാംഡയ്ക്ക് 2 റൂട്ട്സ് ആണ് ഉണ്ടാവുക. ഈ കേസിൽ ലാംഡ 1, 2 എന്ന് പറയുമ്പോൾ സിയും എമ്മും ഒക്കെയാണ് ഇവിടുത്തെ സി എം എന്നൊക്കെ പറയുന്ന പാരാമീറ്റേഴ്സ്. കെ ഒക്കെ വെച്ചിട്ട് ലാംഡേനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് അത് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ലാംഡ 1 -c/2m പ്ലസ് റൂട്ട് സ്ക്വയർ ആണെങ്കിൽ ലാംഡ 2 -c/m മൈനസ് ആയിരിക്കും. അപ്പം അതിൻ്റെ ബേസിലാണ് നമ്മൾ ഓവർ ഡാമ്പിങ്, അണ്ടർ ഡാമ്പിങ്, ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്നുള്ളത് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ റൂട്ട്സ് റിയൽ എപ്പോഴായിരിക്കും? നമ്മുടെ b² > 4ac ആകുമ്പോഴല്ലേ വരിക. അപ്പോൾ റൂട്ട്സ് ആർ റിയൽ ഇഫ് c/2m ഹോൾ സ്ക്വയർ > k/m. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് ഓവർ ഡാമ്പിങ് കേസ് എന്ന് പറയാം. അതായത് സി എന്ന് പറയുന്ന പാരാമീറ്റർ കൂടുതലാണെന്നല്ലേ അർത്ഥം? ആരെക്കാളും? നമ്മുടെ റിസ്റ്റോറിങ് ഫോഴ്സ് സ്പ്രിങ്ങിനേക്കാളും കൂടുതൽ ഡാമ്പറിന്റെ ഡാമ്പിങ് ഇഫക്റ്റ് അല്ലേ വരുന്നത്. അപ്പം അതുകൊണ്ട് ഓവർ ഡാമ്പിങ് കേസ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി റൂട്ട്സ് റിയൽ ആണെങ്കിൽ എപ്പോഴായിരിക്കും റിയൽ? b² = 4ac ആണെങ്കിൽ അപ്പം അതിനെന്താ പറയുക? ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്നാണ് പറയുക. ആ ഒരു കേസ് പറയാന്ന് പറഞ്ഞാൽ അപ്പം അവിടെ സംഭവിക്കുന്നത് ക്രിട്ടിക്കൽ ഡാമ്പിങ് ആണ്. ഇഫ് c/2m ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു k/m ആണെങ്കിൽ, സിസ്റ്റത്തിൽ അങ്ങനെയാണെങ്കിൽ ദാറ്റ് സിസ്റ്റം ഈസ് ഇൻ എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഓക്കെ അല്ലേ? സോറി, സംതിങ് വെന്റ് റോങ് ഒക്കെ പറയുന്നുണ്ടല്ലോ. ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, യാമിനി ഓക്കെ അല്ലേ? ഹലോ, ശരി. അപ്പോൾ റൂട്ട്സ് റിയൽ ആണ്, ഓവർ ഡാമ്പിങ് കേസാണ് ഇങ്ങനെ വരുമ്പോൾ. റൂട്ട്സ് ഈക്വൽ ഇങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്നാണ് പറയുക. ഈ അണ്ടർ ഡാം എന്ന് പറയുമ്പോൾ c/2m ഹോൾ സ്ക്വയർ > k/m ആണെങ്കിൽ ഇമാജിനറി റൂട്ട്സ് അല്ലേ? b² > 4ac ആകുമ്പോൾ ഇമാജിനറി റൂട്ട്സ്. അപ്പോൾ എന്താണ്? അണ്ടർ ഡാം സിസ്റ്റം എന്നാണ് പറയുക. ക്ലിയർ? അപ്പോൾ ഇത് പഠിക്കണം. നമ്മുടെ ഈ ഡാമ്പിങ്ങിൽ വിസ്കസ് ഡാമ്പിങ് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശരി ശരി ശരി. ഓക്കെ, അണ്ടർ ഡാം വിസ്കസ് ഡാമ്പിങ് വരുമ്പോൾ ഇങ്ങനെയാണെന്ന് പറയുക. എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് വാട്ട് ഈസ് ഓവർ ഡാമ്പിങ് കേസ്, അണ്ടർ ഡാമ്പിങ് കേസ് ആൻഡ് ക്രിട്ടിക്കൽ. ഇത് SAയിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? അതൊന്ന് പറഞ്ഞേ. ഇത് SAയിൽ നിങ്ങൾ സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ മനസ്സിലായി. ഇപ്പോഴും ലാഗ് ആണോ? എനിക്ക് നിങ്ങൾ ഹലോ പറഞ്ഞത് കേൾക്കാം. ദർശന, ഹലോ, സൗണ്ട് വരുന്നുണ്ടോ? മെസ്സേജ് ഇടുന്നതാണോ? ഇത് പക്ഷേ ഇതിപ്പോ പറ്റിയതാണ്, മൊബൈൽ ഡാറ്റയാണ്. മഴ കാരണമായിരിക്കും, മഴയാണ്. അല്ലെങ്കിൽ ഇതിന് വരാറില്ല. ഇത് ആരോ പുതിയൊരാൾ വന്നിട്ടുണ്ട് തോന്നുന്നു. അഡ്മിറ്റ് 1 ഗസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. ശ്രീലക്ഷ്മി വന്നു. ഓക്കെ, ഇപ്പോഴത്തെ ലാഗ് വരാൻ ഈ സാധ്യത എനിക്ക് തോന്നണില്ല. ലാഗാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഞാൻ റെക്കോർഡഡ് കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ. കാരണം ഈ ലാഗ് അടിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെക്കോർഡഡിൽ അതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അത് OBS സ്റ്റുഡിയോയിലാണല്ലോ റെക്കോർഡഡ് ആവുന്നത്. ക്ലിയർ അല്ലേ? കുറേ കഴിഞ്ഞിട്ടല്ലേ കേൾക്കണത്. പക്ഷെ എന്തൊരു കഷ്ടമാണ്. ഇടിമിന്നലൊക്കെ ഉണ്ട് ഇവിടെ. ഇനി അതുകൊണ്ടാണോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നിങ്ങൾ ലാഗ് ഇല്ലാത്ത ആരെങ്കിലും, ശ്രീലക്ഷ്മിക്ക് പറഞ്ഞതൊക്കെ ഓൺ ദി സ്പോട്ട് കേൾക്കുന്നുണ്ടോ?
ആ കേക്കുണ്ട് മിസ്. ആ ശ്രീലക്ഷ്മിയുടെ അവിടെ കുഴപ്പമില്ല, ഞങ്ങൾ ഒരേ ബാൻഡ് വിടുത്താണ് തോന്നുന്നു, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ പറ, എന്തൊക്കെയോ പറയുന്നത്. ഞാനിപ്പോ ഇത് പറയട്ടെ, ഇപ്പൊ ഇത് പറയാട്ടെ, ഞാൻ റെക്കോർഡഡ് കേട്ടിട്ട് നമുക്ക് സെറ്റാക്കാം നിങ്ങൾക്ക്. ക്ലിയർ? അപ്പൊ ഇതില് ക്രിട്ടിക്കൽ, ഇനി നമ്മൾ ഡാമ്പിങ്, ഓവർ ഡാമ്പിങ്, അണ്ടർ ഡാമ്പിങ്, ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്താ പറയുക. ഇനി ക്രിട്ടിക്കൽ ഡാമ്പിങ് നമുക്ക് കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്, നമ്മുടെ സിലബസിൽ കുറേ പഠിക്കാനുണ്ടല്ലോ. അപ്പൊ ആ പഠിപ്പിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൽ സി എന്ന് പറയുന്ന ഡാമ്പിങ് കോയഷൻ സീനെ നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിങ് കോയഷൻ എന്നാ വിളിക്കുക അല്ലെ. നമ്മൾ പറഞ്ഞു ഓവർ ഡാമ്പിങ് ഉണ്ട്, ക്രിട്ടിക്കൽ ഡാമ്പിങ് ഉണ്ട് പറഞ്ഞു. ക്രിട്ടിക്കൽ ഡാമിന്റെ കേസ് വെച്ചിട്ട് നമ്മൾ പറയാൻ പോവാണ്. ഇഫ് യുവർ സിസ്റ്റം ഈസ് ഇൻ ക്രിട്ടിക്കൽ ഡാമ്പിങ് കേസ്. ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇവിടെ വില റൂളർ ഇത് വേണ്ട. നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാധനം വളഞ്ഞു പോയി. അപ്പം ഇതാണ് നമ്മുടെ ഇതെങ്കിൽ നമ്മുടെ ഇതിങ്ങനെ ഇങ്ങനെ 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 ഇതിങ്ങനെ കുറഞ്ഞ് വരും അല്ലെ. ഡാമ്പിങ് ആണെങ്കിൽ ഇതിങ്ങനെ കുറഞ്ഞു വരും. നിങ്ങളുടെ സിസ്റ്റം നോ ഡാമ്പിങ് ആണെങ്കിൽ, സിസ്റ്റത്തിൽ ഡാമ്പിങ് ഒന്നും ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ കൊടുക്കുന്ന ഇതുപോലെ തന്നെ ഒരേ ഇതിൽ ഇങ്ങനെ വരും. ദിസ് ഈസ് നോ ഡാമ്പിങ്. അൺഡാംപ്ഡ് കേസ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക, സ്റ്റഡി ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡാണ് ഉണ്ടാവുക അല്ലേ. ഇനി നിങ്ങളുടെ ഡാമ്പിങ് ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ഇത് കണ്ടോ, ഇതിങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് അവസാനം ഇങ്ങനെയൊക്കെ ആവും. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് ഡാമ്പിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ അത് ബോർഡിലുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ ക്രിട്ടിക്കൽ ഡാമ്പിങ് ആണ് നമ്മൾ നേരത്തെ കണ്ട പോലെയാണെങ്കിൽ ഡാമ്പിങ് കോയഷൻ സീനെ നമ്മൾ CC എന്നാ പറയുക. എന്താ പറയുക? ഡാമ്പിങ് കോയഷൻ സീനെ നമ്മൾ CC എന്നാ പറയുക. CC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ പറയാൻ പറ്റുക? CC. ശ്രീലക്ഷ്മിക്ക് ലാഗില്ലാത്തതുകൊണ്ട് ശ്രീലക്ഷ്മിയോട് ചോദിക്കാം. ശ്രീലക്ഷ്മി പക്ഷെ ഇപ്പോൾ വന്നുകൊണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ ശ്രീലക്ഷ്മി? ഇത് റൂട്ടിൻ്റെ ഉള്ളിലുള്ളതൊന്ന് വായിച്ചേ. റൂട്ട് ഓഫ് C by എവിടെയാന്ന് ഇപ്പഴാ ക്ലിയർ ആയേ? ഇത് റൂട്ടിന്റെ ഉള്ളിലുള്ളതാണോ? അതെ. റൂട്ട് ഓഫ് C/2m ഹോൾ സ്ക്വയർ ബൈ മൈനസ് k/m. ഓക്കെ, അതന്നെ. അപ്പൊ നമ്മള് ഇതിൽ പറയുന്ന ക്രിട്ടിക്കൽ ഡാമ്പിങ് ആണെങ്കിൽ C/2m ഹോൾ സ്ക്വയർ മൈനസ് k/m. വെരി ഗുഡ്, മനസ്സിലായി. അപ്പൊ അതാണ് നമ്മുടെ ഇത്. അപ്പൊ ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഈക്വൽ ആവും എന്നാ പറയണേ. C/2m ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു, നേരത്തെ നമ്മൾ പറഞ്ഞതാ, ശ്രീലക്ഷ്മി വരുന്നതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. C/2m ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു k/m. ദെൻ യുവർ സിസ്റ്റം ഈസ് ഫിസിക്കലി ഇൻ ക്രിട്ടിക്കൽ ഡാമ്പിങ് സ്റ്റേജ് എന്നാണ് പറയുക. അപ്പൊ നമ്മൾ C എന്ന് പറയുന്ന ഇയാളെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? CC എന്ന് പറഞ്ഞിട്ടാണ് ഇടുക. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. C/2m ഹോൾ സ്ക്വയർ ഈക്വൽ ടു k/m ആണെങ്കിൽ സീനെ നമ്മൾ CC എന്ന് വിളിക്കും. അപ്പൊ എന്തായിരിക്കും? CC ഹോൾ സ്ക്വയർ ബൈ 4m സ്ക്വയർ ഇസ് ഈക്വൽ ടു k/m എന്ന് പറഞ്ഞൂടെ? അപ്പൊ CC എന്തായിരിക്കും? അങ്ങനെയാണ് ഇവരിത് പറഞ്ഞിരിക്കുന്നത്. CC ഈക്വൽ ടു CC സ്ക്വയർ ആണ് കിട്ടുക. അപ്പൊ അത് ഒന്ന് എഴുതി നോക്കിയാൽ കിട്ടും. റൂട്ട് 4, അപ്പൊ 2 പുറത്തേക്ക് വന്നു. റൂട്ട് 2 km എന്നുള്ളതാണ് നമ്മുടെ CCയുടെ ഇക്വേഷൻ. ഇത് കാണാതെ പഠിക്കണം. ദിസ് ഈസ് ക്രിട്ടിക്കൽ ഡാമ്പിങ് കോൺസ്റ്റന്റ്. എന്താണ്? ഡാമ്പിങ് കോൺസ്റ്റന്റ് C ആണ്. പക്ഷെ ക്രിട്ടിക്കൽ ഡാമ്പിങ് കേസിലാണെങ്കിൽ C എന്നല്ല, CC എന്നുള്ള വാല്യൂ വരും. CC is equal to 2 √k/m ആണ്. 2 √km ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓൾറെഡി അറിയാം ω ഈക്വൽ ടു √k/m ആണെന്ന് അറിയാം. അപ്പൊ കേക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ω ഈക്വൽ ടു √k/m ആണ് സിസ്റ്റത്തിന്റെ. ഈ സിസ്റ്റം ആണെങ്കിലും വിച്ച് എവർ ബി ദ സിസ്റ്റം, ω ഈസ് ഈക്വൽ ടു √k/m ആണ്. അപ്പൊ K എന്ന് പറഞ്ഞാൽ എന്താ? ω(n²) × m എന്ന് പറഞ്ഞൂടെ? അപ്പൊ ഈ കെയുടെ സ്ഥാനത്ത് നമുക്ക് ω(n²m) ഇട്ട് കൊടുത്തൂടെ? അപ്പൊ CCനെ നമുക്ക് വീണ്ടും ഇങ്ങനെ എഴുതിക്കൂടെ? 2 √k എന്ന് പറഞ്ഞാൽ എന്താ? ω(n²) × m ആണ്. വീണ്ടും ഒരു m ഉണ്ട്. അപ്പൊ m ഇതായുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് CCക്ക്. അതായത് ക്രിട്ടിക്കൽ ഡാമ്പിങ് കോൺസ്റ്റന്റ് CC is equal to 2 √km എന്നുള്ളത് പഠിക്കണം. അതുപോലെ CC equal to 2m ω എന്നുള്ളത് പഠിക്കണം. ക്ലിയർ അല്ലേ?
അപ്പോൾ ഇതൊക്കെ ഇതിൽ വരുന്ന എക്സ്പ്രഷൻസ് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇനി അടുത്തത് ഡാമ്പിംഗ് ഫാക്ടറാണ്. എന്താണ് ഡാമ്പിംഗ് ഫാക്ടർ ഡി എന്ന് പറയുന്നത്? മറ്റേത് ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ആയിരുന്നു. ഡാമ്പിംഗ് കോൺസ്റ്റന്റ് സി ആണെങ്കിൽ, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് സി ആണെങ്കിൽ അടുത്തത് ഡാമ്പിംഗ് ഫാക്ടറാണ്. ഇതൊക്കെ ചോദിക്കാട്ടോ പരീക്ഷയ്ക്ക്, 3 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ഡി ഈക്വൽ ടു എന്താണ്? ദ നോർമൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ബൈ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റിനെയാണ് C/Cc എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇതറിയാമെങ്കിൽ നമുക്ക് ഡാംപ്ഡ് ഫ്രീക്വൻസി, നമ്മുടെ ഫ്രീക്വൻസി ഡാമ്പിങ്ങിന് വിധേയമാകുമ്പോൾ ഫ്രീക്വൻസി കുറയില്ലേ? വൈബ്രേഷൻ മെഷീൻസ് ഒക്കെ ആലോചിക്കുക. അവിടെ നമ്മൾ ആ മെഷീനിൽ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാമ്പർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇഫ് യു നോ ദ ഡാമ്പിംഗ് ഫാക്ടർ ഓഫ് യുവർ ഡാമ്പർ, വാട്ട് വിൽ ബി ദ ഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി? ω/d എന്നാണ് പറയുക നാച്ചുറൽ ഫ്രീക്വൻസി. ω/n ഇൻറ്റു √1 - d² ചെയ്താൽ you can get your damp frequency which will be definitely lower than your natural frequency. അല്ലേ? ഫ്രീക്വൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ω/n ഡാമ്പറൊക്കെ വെച്ച് കൊടുത്താൽ ആ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇത്ര RPM എന്നുള്ള രീതിയിൽ അതിന് പറയാം. ഇനി എഫ് ആണെങ്കിലോ, FDN ആണെങ്കിൽ ലീനിയർ രീതിയിലാണെങ്കിൽ FN ഇൻറ്റു √1 - d² ചെയ്താൽ അത് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പഠിക്കുക കേട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. CC എന്താണെന്ന് പഠിച്ചു, 2 രീതിയിൽ എക്സ്പ്രഷൻസ് ഉണ്ടെന്ന് പഠിച്ചു. അടുത്ത ഡാമ്പിംഗ് ഫാക്ടർ D എന്താണെന്ന് പഠിച്ചു. ഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഇൻ ദ സർക്കുലർ വേ ആൻഡ് ലീനിയർ വേ പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോഗരിതമിക് ഡിക്രിമെന്റ് എന്ന് പറയുന്ന ഒരു ടേമാണ് പഠിക്കാൻ പോകുന്നത്. യാമിനി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യാമിനി ഞാനും തമ്മിൽ ഇത്ര ഡിഫറൻസ് ഉണ്ടല്ലേ? ദർശനയ്ക്ക് കേൾക്കുന്നുണ്ടോ? യാമിനി ഓക്കെ. ശ്രീലക്ഷ്മി ഓക്കെ എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ Z1 Z2 നമ്മുടെ നമ്മൾ ഈ പടം വരച്ചിട്ടുണ്ടായിരുന്നില്ലേ? ബെസ്റ്റ്. ആ പടം പോവുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടോ, നമ്മുടെ ഇത് വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ Z1 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഡാമ്പിങ്ങിനാകുമ്പോൾ ഇത് കുറയില്ലേ? ഇത് കണ്ടോ? അപ്പൊ ഇത് Z1 ആണെന്ന് വിചാരിക്കുക. ഇത് Z1, ഇത് Z2. കാരണം എന്താണ്? സിസ്റ്റം ഈസ് ഇത് Z3. ഡാമ്പിങ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഡാമ്പിങ് കേസാണ് നമ്മൾ. ഡാമ്പിങ് സിസ്റ്റം ഈസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഡാമ്പിങ് ആണെങ്കിൽ ഇതിങ്ങനെ കുറഞ്ഞു വരില്ലേ? Z1 ഇത് കുറയും. അപ്പോൾ നമുക്ക് ഈ Z1/Z2 എന്ന് പറയുന്നത് തന്നെ അതെന്താ പറയണേ? Z1 Z2 ആർ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 സക്സസീവ് പീക്സ് T1 ആൻഡ് T2 അല്ലേ? ഫസ്റ്റത്തെ ഇതിൻ്റെ വേവിൻ്റെ T1, അടുത്തത് T2 എന്നുള്ള ടൈമിലാണെങ്കിൽ നമ്മൾ എന്താണ് ഇക്വേഷൻസ്? റേഷ്യോ ഓഫ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് Z1/Z2 = e⁻²/√1 - d², വേർ D is the damping factor. അപ്പോൾ ഇത് അറിഞ്ഞു വെക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് ഓർ ഡെൽറ്റ, ഇവിടെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2πd. ഇവിടെ ഡെൽറ്റ എങ്ങനെ വന്നത്? ലോഗരിതമിക് ഡിക്രിമെന്റ്. അപ്പോൾ ഇതാണ് റേഷ്യോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 സക്സസീവ് ഇത്. അപ്പോൾ രണ്ട് വശത്തും നമുക്ക് ഇതെടുക്കാം. ln നാച്ചുറൽ ലോഗരിതം എടുക്കുകയാണെങ്കിൽ ln Z1/Z2 = ln e⁻ എന്നാവുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ln Z1/Z2നെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയാം. നാച്ചുറൽ ലോഗരിതം ഓഫ് ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡിനെയാണ് ഡെൽറ്റ എന്ന് പറയാം. അപ്പോൾ ഡെൽറ്റയെ എന്ത് പറയാം? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2πd പ്രൊവൈഡഡ് ഡി എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ. മനസ്സിലായോ? ഡി ഡാമ്പിംഗ് ഫാക്ടർ വളരെ ചെറുതാണെങ്കിൽ ഈ താഴത്തെ ടേം എന്തായിരിക്കും? 1 - 0 എന്നുള്ള പോലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും? വേർ ഡി ഈസ് വെരി സ്മോൾ, ലോഗരിതമിക് ഡിക്രിമെന്റ് ഡെൽറ്റ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദി, ഇങ്ങനെയും പറയാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താണ് ശരിക്കും? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ln Z1/Z2 എന്ന് പറഞ്ഞാൽ എന്താ? Z2 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് Z1, അത് കഴിഞ്ഞിട്ട് n, ഒരു സൈക്കിൾ കഴിയുമ്പോൾ n അല്ലേ? Z1 Zn1 n+1 ആണ് Z2 വരുന്നത്. അപ്പം അതുപോലെ പറഞ്ഞാൽ നമുക്കിങ്ങനെ പറഞ്ഞൂടെ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു
1/n ഇങ്ങനെയും പറയാം കേട്ടോ. ഇതും ഒരു ഡെൽറ്റയുടെ എക്സ്പ്രഷനാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ലോഗറിതമിക് ഡിക്രിമെൻറ്റ് ഡെൽറ്റ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇതിൻ്റെ ബേസിലാണ് നമ്മൾ പറയുക. Z1 Z2 ആ പടമൊക്കെ വരച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. Z1 Z2 ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ T1 T2 ആണെങ്കിൽ ദർ ഹോൾസ് റിലേഷൻ Z1/Z2 ഈക്വൽ ടു e⁻²πd/√ ഇങ്ങനെ വരും. അപ്പോൾ രണ്ട് വശത്തും ഇത് എടുത്തു കഴിഞ്ഞാൽ ln എടുത്തു കഴിഞ്ഞാൽ ln Z1/Z2 അല്ലെങ്കിൽ ജനറലി ln Z1/Z1 + n എന്ന് പറയാമല്ലോ. അപ്പോൾ ജനറലി പറയുമ്പോൾ ഇവിടെ അത് Z1/Z2 ആയതുകൊണ്ടല്ലേ നമ്മൾ 1/2 - 1 വന്നത്. ഇപ്പം നിങ്ങൾ 1ഉം 3ഉം കൂടി Z1ഉം Z3ഉം തമ്മിലുള്ള ഇതും വേണമെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താണ് ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ബിറ്റ്വീൻ ഫസ്റ്റ് പോയിന്റ് ആൻഡ് തേർഡ് പോയിന്റ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയണം? ഇവിടെ 1/3 - 1 2 കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ജനറലി ഇങ്ങനെ ഒരു റിലേഷനും കൂടി ഉണ്ടെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ പറഞ്ഞാലും മതി. ഡെൽറ്റ = 2πd എന്നുള്ളൊരു റിലേഷൻ ഉണ്ട്. കാരണം ഇവിടെ നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഡെൽറ്റ = ln Z1/Z2 ആണ്. അപ്പോൾ ഇവിടെ ഈ നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പോൾ 2πd ആവും, പ്രൊവൈഡഡ് ഇത് d ചെറുതായതുകൊണ്ട്. അല്ലെങ്കിൽ ഫോർ Z1 ആൻഡ് Zn+1 എന്നുള്ള ആംപ്ലിറ്റ്യൂഡിനെ കമ്പയർ ചെയ്തിട്ട് അവരുടെ അറ്റന്യൂവേഷൻ പറയുകയാണെങ്കിൽ ഡെൽറ്റ = ലോഗരിതമിക് ഡിക്രിമെൻറ്റ് അല്ല, എങ്ങനെ അത് ലോഗ് സ്കെയിലിൽ എങ്ങനെ അത് ചുരുങ്ങുന്നു എന്നുള്ള ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഡെൽറ്റ = 1/n ln Zn+ ഇങ്ങനത്തെ ഒരു റിലേഷനും കൂടിയുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ലോഗരിതമിക് ഡിക്രിമെൻറ്റ് എന്താണ് ഏതാണെന്നൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതിലാണ് വന്നത്? ഫ്രീ വൈബ്രേഷൻ വിത്ത് ഡിസ്കസ് ഡാമ്പിംഗ് എന്നുള്ളത് എഴുതുമ്പോൾ നോട്ടിലേക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇനി ഇമാജിനറി ആണെങ്കിൽ എന്താണ്? കോംപ്ലക്സ് ആണെങ്കിൽ b² < 4ac അല്ലേ? അപ്പോൾ c/2m² k/m ആണെങ്കിൽ അതിനെ നമ്മൾ ഇമാജിനറി ആൻഡ് കോംപ്ലക്സ് എന്ന് പറയും. അത് അണ്ടർ ഡാംഡ് കേസാണ്. അതിൻ്റെ കാര്യം നമ്മൾക്ക് പഠിക്കാനില്ല, മീൻസ് ഇതിൽ അത്രയ്ക്കും പോകുന്നില്ല കേട്ടോ. നമ്മുടെ അത് M.Techൻ്റെ രീതിയിലൊക്കെയാണ് തോന്നുന്നു പോകുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇത് കാണുന്നില്ലേ ദർശന? അടുത്ത കേസ്. അപ്പോൾ ഫ്രീ വൈബ്രേഷൻ വിത്തൗട്ട് ഡാമ്പിംഗ് പറഞ്ഞു, ഫ്രീ വൈബ്രേഷൻ വിത്ത് ഡാമ്പിംഗ് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഇതാ പഠിക്കണ്ടേ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ വിത്തൗട്ട് ഡാമ്പിംഗ് ആൻഡ് വിത്ത് ഡാമ്പിംഗ് പഠിക്കണ്ടേ? അപ്പോൾ അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. ഇത് കാണുന്നില്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഇത് കാണുന്നില്ലേ? ഈ തേർഡ് കേസ് കാണുന്നില്ലേ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഈ ഒരു പടം വലുതാക്കണോ? ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ശരി ശരി ശരി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത കേസ് കേട്ടോ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ പീരിയോഡിക് ഫോഴ്സ് നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു ഹാർമോണിക് ഫോഴ്സ് നിങ്ങൾ കൊടുക്കുകയാണ് സിസ്റ്റത്തിൽ. നമ്മൾ പറഞ്ഞില്ലേ ഫോഴ്സ്ഡ് ആവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഫ്രീ കേസ് കഴിഞ്ഞു. നമ്മൾ ഫോഴ്സ് ജസ്റ്റ് ഇനീസിയേഷന് വേണ്ടി കൊടുത്തിട്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്യുന്നതാണ് ഫ്രീ. ഇനി നമ്മൾ കണ്ടിന്യൂസ് ഫോഴ്സ് തന്നെ ഹാർമോണിക് ആയിട്ടുള്ളൊരു ഫോഴ്സ് നിങ്ങളുടെ സിസ്റ്റത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചോ. Q എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ F എന്ന് പറയാം, ക്യാപിറ്റൽ Q എന്ന് പറയാം. വാട്ട് എവർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി Q ഈസ് ഇമ്പാർട്ടഡ് ടു യുവർ സിസ്റ്റം സോ ദാറ്റ് അണ്ടർ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺലി ദ സിസ്റ്റം ഓസിലേറ്റ്സ് അല്ലേ? അപ്പോൾ മാസും സ്പ്രിങ്ങും ഉള്ള ഇവിടെ K എഴുതി വെക്കണം കേട്ടോ, അത് വീണ്ടും എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണ് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട് ഈ ഡയറക്ഷനിൽ, അതാണ് Z എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് പറയാം? ഇതിൻ്റെ ഈ Qനെ ഇവർ പറയുന്ന ഹാർമോണിക് ഫോഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് Q0 sin ωt എന്നുള്ളൊരു വേവ് ഫോമിലാണ് അതിനെ കണ്ടിന്യൂസ്ലി ഹാർമോണിക് ആയതുകൊണ്ടാണ് കേട്ടോ. പീരിയോഡിക് ഫോഴ്സ് എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഓഫ് എ മാസ് സ്പ്രിംഗ് സിസ്റ്റം വെൻ ദ പീരിയോഡിക് ഫോഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ Q എന്താണ്? Q0 sin ωt എന്നുള്ളൊരു ഫോഴ്സ് ഫോമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് പറയാം? ഇവിടെ K ഉണ്ട് കേട്ടോ. KZ ആണ് റിസ്റ്റോറിങ് ഫോഴ്സ്. MA തന്നെയാണ് അതിൻ്റെ ഡിസ്പ്ലേ ഇത് വരിക, മൂവ്മെൻറ്റ് ഫോഴ്സ് വരിക. അപ്പോൾ MA + KZ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു Q അല്ലേ? അതായത് ആ ഒരു ഇതാണ് അവിടെ നെറ്റ് ഫോഴ്സ് Q ആണ് വരിക. ഫോഴ്സ് മറ്റടുത്ത് ഫോഴ്സ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണ് വലതുഭാഗത്ത് 0 വന്നത്. ഇവിടെ രണ്ടിലും വലതുഭാഗത്ത് 0 ആയിരുന്നു, ഇവിടെ ഈക്വൽ ടു 0 ആയിരുന്നു. ഇവിടെ 0 അല്ല, ഒരു നെറ്റ് ഫോഴ്സ് നമ്മൾ Q എന്ന് പറയുന്ന ഫോഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലതുഭാഗത്ത് Q വരും. Q ആരാണ്? Q0 sin ωt ആണ്.
അത് ഒമേഗ എൻ അല്ല കേട്ടോ. ഇവിടെ അപ്ലൈഡ് ഇൻറ്റൻസിറ്റി ഫോഴ്സ്, അപ്ലൈഡ് എക്സൈറ്റിംഗ് ഫ്രീക്വൻസി ഒമേഗ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒമേഗ തന്നെ കൊടുക്കണം. കാരണം കൊടുത്ത ഫോഴ്സ് അല്ലേ, കൊടുത്ത ഫോഴ്സ് കൊടുത്ത എക്സൈറ്റിംഗ് ഫ്രീക്വൻസി ഒമേഗ ടി. അപ്പോൾ ഇതിനെന്ത് പറയാം, m/d²/dt² + kz ഇങ്ങനെ എഴുതിക്കൂടെ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വരും, ഇതിൻ്റെ ഒരു മറ്റേ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കോംപ്ലിമെൻ്ററി എന്നൊക്കെ പറയുന്ന ആശയത്തിൽ നിന്ന് നമുക്ക് പറയാം സൊല്യൂഷൻ z = a sin ωt എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് = എന്തായിരിക്കും, ഇത് കാണാതെ പഠിക്കണം കേട്ടോ. ഇത് ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ്, ദ മാക്സിമം ഫോഴ്സ് പീക്ക് ഫോഴ്സ് Q0 ഡിവൈഡഡ് ബൈ K - m⍵² ആണ് എ വരിക. ഇക്വേഷൻ അറിയണം. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, Q = Q0 sin ωt കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടതുവശത്തെ ഈ ഫോഴ്സ് വിൽ ബി = Q0 sin ωt ആയിരിക്കും. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ Z ആണ്. Z = a sin ωt, വേറെ എ ഒരു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ആണ് എ എങ്കിൽ എയുടെ വാല്യൂ എന്താണ്, അപ്ലൈഡ് ഫോഴ്സ് മാക്സിമം വാല്യൂ Q0 ഡിവൈഡഡ് ബൈ റിസ്റ്റോറിങ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K - m⍵² ചെയ്താലാണ് നിങ്ങളുടെ ഇത് കിട്ടുക. അപ്പോൾ അതൊക്കെ ഒരു ബോക്സിലാക്കി ഇടണം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഡ്യൂറിങ് എന്നുള്ള രീതിയിൽ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഇൻ യുവർ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. ഇനി അടുത്തത് ഈ ടേം ചോദിക്കാം, ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ. എന്താണ് ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ, എം എന്നാണ് പറയുക. അപ്പോൾ എം എന്ന് പറയുമ്പോൾ ഡൈനാമിക് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ സ്റ്റാറ്റിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാലും മതി. അതായത് ഡൈനാമിക് ഡിസ്പ്ലേസ് ഈ സിസ്റ്റത്തിലെ ഈ ഒരു ഡെറിവേഷൻ്റെ പാത്വേയിലാണ് നമ്മൾ ഈ വേർഡ് കാണുന്നത് അല്ലേ, ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ. അപ്പോൾ ഇതാണ് ഡൈനാമിക് ഡിസ്പ്ലേസ്മെൻറ്റ് എ ഡിവൈഡഡ് ബൈ സ്റ്റാറ്റിക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ. അപ്പോൾ നിങ്ങൾ ആദ്യം അങ്ങനെ തന്നെ എഴുതിക്കോളൂ കേട്ടോ. എം ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ m is the ratio of ഡൈനാമിക് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ സ്റ്റാറ്റിക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡൈനാമിക് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ കണ്ടോ, ഹാർമോണിക് ഫോഴ്സ് വന്നപ്പോൾ ഇവിടെ സിസ്റ്റത്തിലെ എ ആണ് ഡൈനാമിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാറ്റിക് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് നമ്മൾ പറയാറില്ലേ, ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഡിഫ്ലക്ഷൻ ആണ് നമ്മുടെ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ അല്ലേ. K = W/Δ. K എന്ന് പറയുമ്പോൾ സ്റ്റിഫ്നെസ് പറയുമ്പോൾ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ. ഇന്നലെ ആരാ പറഞ്ഞേ, ശ്രീലക്ഷ്മിയാണ് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ. അതായത് F എന്നുള്ള ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡെൽറ്റ എന്ന് പറയുന്ന ഡിഫോർമേഷൻ ആണ് കിട്ടണമെങ്കിൽ അതിൻ്റെ K എന്ത് പറയാം, F/Δ അല്ലേ. ഇവിടെ Q0 എന്ന് പറയുന്ന ഫോഴ്സാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, K ആണ് നിങ്ങളുടെ ഇതെങ്കിൽ സ്റ്റിഫ്നെസ് എങ്കിൽ വാട്ട് ഈസ് ദ ഡെൽറ്റ, സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റോ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ്, Q0/K അല്ലേ. അങ്ങനെയാണ് ഇവിടെ ഇത് വന്നത്. അപ്പോൾ m = a/Q0/K എന്ന് പറയാം. ഇതാണ് അതിൻ്റെ സാധനം എം. ഇനി എമ്മിനെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട് എന്നാണ് ഓൾസോ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട്, ഇങ്ങനെയും ഉണ്ട്. ഇതൊക്കെ ഡിറൈവ് ചെയ്ത് വരുന്നതൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ അതിവിടെ ഒന്നുമില്ല. എക്ക് ഈ വാല്യൂ കൊടുത്തൂടെ, യാമിനി ഒന്നും ജസ്റ്റ് നോക്കിക്കേ, ഒരു നോട്ട് ബുക്കിൽ എടുത്തിട്ട് ഒന്ന് എഴുതിക്കേ. m = Q0/K m⍵² ഡിവൈഡഡ് ബൈ Q0/K. അത് വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുമോ നോക്കൂ. എന്താ ചെയ്യേണ്ടത്, മാഗ്നിഫിക്കേഷൻ ഫാക്ടർ m = a/ ഇതാണ് ഡൈനാമിക് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ സ്റ്റാറ്റിക് ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താ, Q0/K - m⍵² ഡിവൈഡഡ് ബൈ Q0/K. Q0 കട്ടായി പോവും, ഇങ്ങനെ വരില്ലേ, ഒന്ന് നോക്കിക്കേ. കിട്ടിക്കഴിഞ്ഞാൽ പറയൂ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. കിട്ടിയവരാരാന്ന് വെച്ചാൽ വേഗം പറ. യാമിനിയാണോ, ദർശിനിയാണോ, ശ്രീലക്ഷ്മിയാണോ, ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ നമ്മളിപ്പോൾ അടുത്തേക്ക് പോകും. ഒന്നുമില്ല, നമുക്ക് m = a/ ഇത് ചെയ്യണം. a എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ്പ്രഷൻ ഡിവൈഡഡ് ബൈ Q0/K. Q0 കട്ട്, K പുറത്തേക്ക് എടുത്താൽ കഴിഞ്ഞാൽ അതും കട്ടാവും. ബാക്കി ഇങ്ങനെ കിട്ടുന്നില്ലേ, കിട്ടണ്ട. ഇല്ലെങ്കിൽ നമുക്ക് നാളെ അത് ക്ലാസ്സിൽ നോക്കാം. കിട്ടുന്നുണ്ടോ, ട്രൈ ചെയ്യാൻ തുടങ്ങിയാ.
നിങ്ങൾ പറയുന്നത് വൈകിക്കണേ. ഇത് ഇപ്പോൾ ശരിയായാ? ഇപ്പോൾ ഇത് റെഡിയായാ? മിസ് ഓക്കെ. അപ്പോൾ എന്നാൽ നമുക്ക് ഇത് നിർത്തിയാലോ? നമുക്കൊരു 2 സാധനം കൂടി പറയാണ്ട് നിർത്താട്ടെ. ഞാൻ ഈ പ്രോബ്ലംസ് ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല, നടക്കും തോന്നുന്നില്ല, നെറ്റും സ്ലോ ഒക്കെയാണ്. അപ്പോൾ ഇതൊന്ന്, പക്ഷെ കുറേ ഉണ്ട് നമുക്ക് എടുക്കാൻ. എങ്ങനെയത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഡൗട്ട് ഉണ്ട്. നോക്കിയോ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ M = ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഇനി അടുത്ത ഫോഴ്സ്ഡ് വൈബ്രേഷൻ വിത്ത് വിസ്കസ് ഡാമ്പിങ് ആണെങ്കിൽ ഇവരുടെ സിസ്റ്റത്തിൽ തന്നെ എന്താ പറയുക, ഡാമ്പിങ് കോൺസ്റ്റൻറ്റ് C കൊടുക്കില്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ നേരത്തെ എഴുതിയതിൻ്റെ കൂടെ C∂Z/∂T. C എന്ന് പറയുന്നത് എപ്പോഴും പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. C × ∂Z/∂T വരും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക? Z sin ωt - ϕ എന്ന് വരും. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഇത് കാണാതെ പഠിക്കണം കേട്ടോ. കാണാതെ ഡെറിവേഷൻ മതി നമുക്ക്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? Q0 നേരത്തെ എന്തായിരുന്നു? Q0 K - M ω² ആയിരുന്നു. ഇവിടെ വരുമ്പോൾ എന്ത് വരും? Q0 √K - M ω² ഹോൾ സ്ക്വയർ പ്ലസ് C⍵² എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വരിക. ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് എത്തുമ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെയാണ് വരിക. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഇതിനെ ഒന്നും കൂടി ശരിക്കും പറഞ്ഞാൽ ഇത് പഠിച്ചാൽ ഇതോ പഠിച്ചാൽ മതി. ഇക്വേഷൻ ചെയ്യുമ്പോൾ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതോ പഠിക്കുക. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം കേട്ടോ. ഇത് പഠിച്ചാലും മതി, ഈ ഇക്വേഷൻ പഠിച്ചാലും മതി. അപ്പോൾ ദിസ് ഈസ് ദി ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് യുവർ സിസ്റ്റം, മാസ് സ്പ്രിംഗ് ഡാമ്പിംഗ് ഡാഷ്ബോർഡ് മോഡൽ വെൻ സബ്ജക്റ്റഡ് ടു വാട്ട് എ ഹാർമോണിക് ഫോഴ്സ്. അപ്പോൾ ഇത്ര പറഞ്ഞായിട്ട് നമുക്ക് നിർത്തിയാലോ? ഓക്കെ. ഇവിടെ the maximum amplitude occurs at slightly less than undamped natural frequency omega. ω/ωn 1 ആകുമ്പോഴാണ് അതിനല്ലേ നമ്മൾ റെസൊണൻസ് പറയുക. അപ്പോഴാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് നടക്കുക. മനസ്സിലായി? ഇവിടെ കണ്ട ഇക്വേഷനിൽ ω/ωn കണ്ടില്ലേ? അപ്പോൾ ω/ωn 1 ആകുമ്പോൾ 1 - 1² എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴാണ് അത് സിസ്റ്റം എന്താ പറയുക, അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ അത് റൺ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ റെസൊണൻസ് കണ്ടീഷനാണ്. ഇനി അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ FN = F, അത് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നേരത്തെ അണ്ടർ ഡാംഡ് പറഞ്ഞ പോലെ തന്നെ FN √1 - 2d² എന്നാണ് ഇക്വേഷൻ കേട്ടോ. നേരത്തെ √1 - d² ആയിരുന്നു. റെസൊണൻസ് ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ FM എന്നാണ് പറയുക. FN നാച്ചുറൽ ഫ്രീക്വൻസി × √1 - 2d² ചെയ്താൽ ഇത് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഈ കേസിലെ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ നമുക്ക് എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ, ഈ പ്രോബ്ലം ഒക്കെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതിപ്പോൾ സമയം സത്യം പറഞ്ഞ പ്രോബ്ലം പറയണ്ടല്ലോ. എന്താ വേണ്ടേ? ഇപ്പോൾ നിർത്തണോ അതോ എല്ലാ പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ട് വേണോ? നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണോ അതോ പ്രോബ്ലംസ് എല്ലാം ഒന്ന് പറയണോ? പക്ഷെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ മുതൽ ഫാസ്റ്റ് ആയില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രോബ്ലംസ് ഒന്ന് ഓടിച്ചിട്ട് പറയണോ? ലാഗായിട്ടാ വരുന്നത് അല്ലേ? ഞാൻ നമ്മൾ 4 ആകുമ്പോഴേക്കും നിർത്തും, എന്തായാലും നിർത്തും. അപ്പം ഞാൻ പ്രോബ്ലംസ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ എടുക്കുമ്പോഴേ നിങ്ങൾക്ക് വീണ്ടും നമ്മൾ ആദ്യം ഇത് ഫസ്റ്റ് പ്രോബ്ലം നോക്കൂ. ഇതിൽ ചോദിക്കുന്നത് മാസ് ഈസ് സപ്പോർട്ടഡ് ബൈ സ്പ്രിംഗ്, സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ 0.0. ഇത് ഇങ്ങനെ കാണിക്കേണ്ടിയിരുന്നില്ല, ഇങ്ങനെ കാണിച്ചാൽ മതിയായിരുന്നു. കേട്ടോ, മാസ് ഈസ് സപ്പോർട്ടഡ് ബൈ സ്പ്രിംഗ് എന്ന് പറയുന്നുണ്ട്. സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടെത്താനാണ് ചോദ്യം. അപ്പം നമുക്ക് എന്താ അറിയണം? നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ω n = √K/m ആണെന്നറിയാം.
പക്ഷെ ഇവിടെ കെയും തന്നിട്ടില്ല, എമ്മും തന്നിട്ടില്ല. തന്നിരിക്കുന്ന റോ സ്റ്റാറ്റിക് മാത്രമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഇക്വേഷൻ ഇല്ലേ? എന്താണ്? ഒമേഗ എന്ന് എഴുതരുത് കേട്ടോ. ഒമേഗ എൻ നമ്മളിത് നോട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഒമേഗ എൻ. ഇത് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. ഈ പ്രോബ്ലം നിങ്ങൾ തന്നെ എഴുതാം. വലിയ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ആണ്. ഒമേഗ എൻ എഴുതണേ, റൂട്ട് കെ ബൈ എം. അപ്പോൾ റൂട്ട് ഓഫ് ജി ബൈ റോ സ്റ്റാറ്റിക് എന്ന് എഴുതണം. അപ്പോൾ എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് 9.81 ആണ് ജി, ഡിവൈഡഡ് ബൈ 0.04. ഇതിനെ ഇതിലാക്കണം, മീറ്ററിലാക്കണം. ഇവിടെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഇൻറ്റു 10⁻² ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര റേഡിയൻ പെർ സെക്കൻഡ് അല്ലെങ്കിൽ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ? ഇനി അതിനെ 1/2π വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത്ര സൈക്കിൾ പെർ സെക്കൻഡ് കിട്ടും. 156/2π 156.604 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത്ര സൈക്കിൾ പെർ സെക്കൻഡ് ഓർ ഹെർട്സ് ആണ് കിട്ടും. ഇതാണ് ഒരു പ്രോബ്ലം. ക്ലിയർ? ഇനി അടുത്തത് വെയിറ്റ് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ ഈസ് 30 kN എന്ന് പറയുന്നുണ്ട്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ. എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കെ എന്ന് പറയുമ്പോൾ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്. നാച്ചുറൽ ഫ്രീക്വൻസിയുടെ പ്രോബ്ലം നിങ്ങൾ ചെയ്യുമ്പോൾ കെ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കണം, മസ്റ്റാണ്. എം എന്ന് പറയുന്നത് കിലോഗ്രാമിലായിരിക്കണം, എന്നാലാണ് അത് വർക്കാവുള്ളൂ. എന്താണ്? കെ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കണം, എം എന്ന് പറയുന്നത് കിലോഗ്രാമിലായിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പം അത് ആണ് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റേ പ്രോബ്ലം ഒരു കുഞ്ഞൻ പ്രോബ്ലം ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനി വലിയ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ വെയിറ്റ് തന്നിട്ടുണ്ട് 30 kN. സ്പ്രിംഗ് കോൺസ്റ്റന്റ് 6 × 10⁻³ kN per meter. നാച്ചുറൽ ഫ്രീക്വൻസിയും പീരീഡും ഒക്കെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങളിത് നോട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്താണ്? നമ്മുടെ വെയിറ്റ് എന്തെല്ലായിരിക്കണം? മാസ് കിലോഗ്രാമിലായിരിക്കണം. വെയിറ്റ് ആണെങ്കിൽ അതിനെ മാസ്സാക്കണം, അത് കിലോഗ്രാമിൽ കൊണ്ടുവരണം. എന്നിട്ട് സാധനം എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കണം. എന്നാലേ ആ റൂട്ടിൻ്റെ ഉള്ളിൽ വർക്കാവുള്ളൂ. റൂട്ട് കെ ബൈ എം എന്ന് പറയണമെങ്കിൽ കെ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കണം റൂട്ടിൻ്റെ ഉള്ളിൽ, എം എന്ന് പറയുന്നത് മാസ് കിലോഗ്രാമിലായിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ചെയ്യുക? ഇവിടെ കെ 6 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ ആക്കി കഴിഞ്ഞാൽ പരിപാടി ശരിയായി. മാസിനെ 30 × 10⁻³ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 9.8. ഇവർ 10 ആണ് ചെയ്തത്. 9.8 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കിലോഗ്രാമാന്ന് കിട്ടും. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ? നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ തന്നെ നിങ്ങൾ കണ്ടുവെച്ചോളൂ. ഇതുവരെ ആദ്യം ഇതിങ്ങനെ എഴുതണം എന്നില്ല കേട്ടോ. ഒമേഗ എൻ നമുക്ക് കണ്ടുപിടിക്കാം. ഒമേഗ എൻ എന്ന് പറയുന്നത് എന്താ? റൂട്ട് കെ ബൈ എം. അപ്പോൾ റൂട്ട് 6 × 10⁻6 ഡിവൈഡഡ് ബൈ 3000 എന്ന് പറയുമ്പോൾ അത്രയും റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും. അത് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അതിൻ്റെ ശേഷം ഇത് ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നാച്ചുറൽ സർക്കുലർ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ചെയ്യുക. കറസ്പോണ്ടിംഗ്ലി എഫ് എൻ ഈക്വൽ ടു അതേ ബൈ 2π. അപ്പോൾ 7.117 ആണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അത് നോക്കുക. ഇനി അടുത്തത് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താ? പീരീഡ് എന്ന് പറയുമ്പോൾ 1/f ചെയ്ത് കഴിഞ്ഞാൽ പീരീഡായി. അത്രയേ ഉള്ളൂ കേട്ടോ. 1/t. എന്താണ്? എഫ് എൻ ഈക്വൽ ടു 1/t ആണ്. അപ്പോൾ എഫ് എൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഫ് എൻ 1/7.0 ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത് കണ്ട, ഇത് ബൈ 9.8 ആണ് ചെയ്യേണ്ടത്. അത് ഇവിടെ തെറ്റിപ്പോയതാണ്. നമ്മൾക്ക് നോട്ടിൽ ചെയ്യുമ്പോൾ 9.81 വെച്ചിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 7.05 ആണ് വരുന്നത്. അപ്പോൾ ഇത്ര സെക്കൻഡ് കിട്ടിയിരിക്കണണ്ട. അപ്പോൾ ആ പ്രോബ്ലം അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പ്രോബ്ലം, എ മെഷീൻ ഫൗണ്ടേഷൻ വെയ്സ് 60 kN. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഒരുപാട് ചെയ്യാണ്ട് പറഞ്ഞ പോലെ നമുക്ക് നോക്കാം കേട്ടോ. ഏതെങ്കിലുമൊക്കെ റെപ്രസെൻറ്റേറ്റീവ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മെഷീൻ ഫൗണ്ടേഷൻ വെയ്സ് 60 kN ആൻഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ 11,000 kN per meter. ഡാമ്പിങ് കോൺസ്റ്റന്റ് സി തന്നിട്ടുണ്ട്. ഓവർ ഡാംപ്ഡ് ആണോ അണ്ടർ ഡാംപ്ഡ് ആണോ ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ആംപ്ലിറ്റ്യൂഡും ലോഗരിതമിക് ഡിക്രിമെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇത് തന്ന സ്ഥിതിക്ക് നമ്മുടെ കെ 60 kN ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് കണ്ടെത്തിക്കൂടെ? സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ തന്നു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്ററിൽ കണ്ടെത്തിക്കൂടെ? ഇനി സി തന്നിട്ടുണ്ട്. നമുക്ക് ഓവർ ഡാംപ്ഡ് ആണോ അണ്ടർ ഡാംപ്ഡ് ആണോ ക്രിട്ടിക്കൽ ഡാംപ്ഡ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനെന്താണ് ക്രൈറ്റീരിയ? ഓവർ ഡാമ്പിങ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് C/2m ഹോൾ സ്ക്വയർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ K/m ആണ് കണ്ടീഷൻ. ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണെങ്കിൽ C/2m ഹോൾ സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു K/m ആണ്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? മാസിനെ ആദ്യം ഇത് പ്രോബ്ലം ഈ ഒരു ടൈപ്പ് ചെയ്യണമെങ്കിൽ മാസ് ആവണ വെയിറ്റ്. ഇപ്പോൾ 60 × 10⁻³ 9.81 ചെയ്തിട്ട് കിലോഗ്രാമിലാക്കി.
സി എത്രയാണെന്നുള്ളത് അതുപോലെ എഴുതി വെച്ചു. ഡാമ്പിംഗ് കോൺസ്റ്റന്റ് സി എഴുതി വെച്ചു. കെനെ ന്യൂട്ടൺ പെർ മീറ്ററിലാക്കി വെച്ചു. അതിന് ശേഷം ഇത് ചെയ്യാൻ പോവാണ് അല്ലെ. C/2m ഹോൾ സ്ക്വയറിന്റെ സംഭവം കണ്ടുപിടിക്കാൻ പോവാണ്. K/mന്റെ സംഭവം കണ്ടുപിടിക്കാൻ പോവാണ്. ആൻഡ് യു ആർ കമ്പയറിങ്. അപ്പൊ എന്താ, C/2m സ്ക്വയറിന്റെ വാല്യൂ കിട്ടി, K/mന്റെ വാല്യൂ കിട്ടി. അപ്പൊ 276 ഇത് 1700 അപ്പൊ C/m. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത് എന്താ, C/2m ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഇത് അല്ലേ. അപ്പൊ എന്താ, അണ്ടർ ഡാംപ്ഡ് ആണെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? കണ്ട, അണ്ടർ ഡാംപ്ഡ് ആണ്. ഓവർ ഡാംപ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും, ഓവർ ഡാംപ്ഡ് ആവണമെങ്കിൽ എന്തായിരുന്നു, ഈ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇത്. മറ്റേ ഈ ക്രിട്ടിക്കലി ആണെങ്കിൽ ഇത് രണ്ടും തുല്യമായിരിക്കണം. ഇത് ചെറുതായതുകൊണ്ട് അണ്ടർ ഡാംപ്ഡ് ആണെന്ന് മനസ്സിലായി. ക്ലിയർ. ഇനി എന്താണ് ഇവരുടെ ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് ടു സക്സീവ് ആംപ്ലിറ്റ്യൂഡ് Z1/Z2 കണ്ടുപിടിക്കണം. അതുപോലെ ഡെൽറ്റ, ലോഗരിതമിക് ഡിക്രിമെന്റ് ഡെൽറ്റ കണ്ടെത്തണം. അപ്പൊ അതൊക്കെ കണ്ടെത്തണമെങ്കിൽ എന്ത് പറ്റി, ഇത് നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം എന്നും പറയുന്നുണ്ട് തോന്നുന്നു. അതും കണ്ടുപിടിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ വെറുതെ കണ്ടുപിടിക്കാൻ തോന്നുന്നുണ്ട്. ഒമേഗ നമ്മൾ ഇങ്ങനത്തെ ഏത് പ്രോബ്ലം കിട്ടിയാലും ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. നാച്ചുറൽ ഫ്രീക്വൻസി √K/m. അപ്പൊ എന്തായി, √K/m എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടിയില്ലേ, K/m ഓൾറെഡി കിട്ടിയല്ലോ. √K/m എന്ന് പറയുമ്പോൾ √1798 42.4 കിട്ടി. ഇനി നമ്മുടെ സംഭവം എന്താ, ഡാമ്പിംഗ് ദ റേഷ്യോ ഓഫ് ടു സക്സീവ് ആംപ്ലിറ്റ്യൂഡ്, ദ സക്സീവ് ആംപ്ലിറ്റ്യൂഡിന്റെ റേഷ്യോ അത് നമ്മളിവിടെ എഴുതിയിട്ടില്ലേ, Z1/Z2 ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പഠിക്കണം കേട്ടോ, എന്നാലേ ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. Z1/Z2 എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പം അത് കിട്ടണമെങ്കിൽ D വേണ്ടേ. അപ്പം എന്താണ്, D കിട്ടിയാലാണ് Z1/Z2 കിട്ടുള്ളൂ. അപ്പം നമ്മുടെ അടുത്തൊരു പരിശ്രമം എന്ന് പറയുന്നത് ക്യാപിറ്റൽ D, അതായത് ഡാമ്പിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഡാമ്പിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഡാമ്പിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം C/CCനെയാണ് നമ്മൾ ഡാമ്പിംഗ് ഫാക്ടർ എന്ന് പറയാം. C തന്നിട്ടുണ്ട്, ഡാമ്പിംഗ് കോൺസ്റ്റന്റ് നാച്ചുറൽ ഡാമ്പിംഗ് C 200 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. CC എങ്ങനെ കിട്ടും, CC എങ്ങനെ കിട്ടും, CC എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ ഒമേഗ കണ്ടുപിടിച്ചത്. നമുക്ക് D വേണം. ഈ പ്രോബ്ലം നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ, ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ C/CC എന്ന് പറയുമ്പോൾ 2m ഒമേഗ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ച് ഓർക്കുന്നുണ്ടോ. CCക്ക് 2 ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ CCക്ക് കണ്ടോ, ഇവിടെ എവിടെ ഇരുന്നു, CC 2m ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ 2√Km അങ്ങനെ ആയാലും മതി. 2√Km എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 2m ഒമേഗ എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ. അപ്പം അതിനാണ് നമ്മൾ ഒമേഗ അവിടെ കണ്ടുപിടിച്ചത്. എവിടെയിരുന്നു കണ്ട, ഒമേഗ കണ്ടുപിടിച്ചു. അതിൻ്റെ ശേഷം 2 × m, മാസ് എത്രയായിരുന്നു, മാസ് ഇവിടെ ഉണ്ടായിരുന്നു 6116. അതേ ഇൻറ്റു 42.4 ചെയ്തപ്പോൾ നമുക്ക് D കിട്ടി. D കിട്ടിയാൽ Z1/Z2 കണ്ടുപിടിച്ചൂടെ. അതാണ് നമ്മുടെ റേഷ്യോ ആംപ്ലിറ്റ്യൂഡ് ആണ് ക്വസ്റ്റ്യൻ. e⁻² ഇങ്ങനെ ചെയ്തുമ്പോൾ നമുക്ക് Z1/Z2 കിട്ടും. ക്ലിയർ അല്ലേ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലോഗരിതമിക് ഡിക്രിമെന്റ് ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക, ഇതിൻ്റെ ln എടുത്താൽ മതി. അതായത് പക്ഷെ അങ്ങനെയല്ല, 1/n ln Z1/Z2 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 2 സക്സസീവ് എന്ന് പറഞ്ഞത് കൊണ്ട്, സക്സസീവ് ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള ലോഗരിതമിക് ഡിക്രിമെന്റ് ആയതുകൊണ്ട് 1/n എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1/2 - 1, Z2 - Z1 1 ആണ്. അപ്പോൾ 1/1 ln Z1/Z2. Z1/Z2 11 പോയിന്റ് ആണ്. അപ്പോൾ നാച്ചുറൽ ലോഗ് 2.303 log to the base 10. Z1 ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2.62 കിട്ടും. ഇത് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ωdn അല്ലേ. അപ്പോൾ ωn ഇൻറ്റു ഇവിടെ n ഇടണം കേട്ടോ, ωn √1 - d² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസി എത്രയായിരുന്നു, 42.4. അപ്പോൾ ഡാമ്പിങ്ങിന് വിധേയമാകുമ്പോൾ അത് കുറയില്ലേ, അത് കുറഞ്ഞിട്ട് എത്രയാണെന്നാണ് പറയണേ, 39.13 ഇത് കണ്ടോ. അപ്പോൾ ωn √1 - d² ചെയ്തിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ ഹാവിംഗ് ദ ബേസ് ഏരിയ 3/3 ആൻഡ് ടോട്ടൽ വെയിറ്റ് ഓഫ് ദ മെഷീൻ ആൻഡ് ഫൗണ്ടേഷൻ 500 ആണ്. സോയിൽ മാസ് ഇതിൽ ഇത് ഞാൻ ഒന്ന് 4:30 നിർത്താട്ടെ നമുക്ക് ക്ലാസ്. അപ്പോൾ ഇതിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ ഇത് ഞാനൊന്ന് പറയും, നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് റെക്കോർഡഡ് വീഡിയോ കേട്ട് കഴിഞ്ഞിട്ട് പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ചയുള്ളൂ.
അപ്പോഴേക്കും ഇത് എല്ലാം ഒന്ന് പതുക്കെ പതുക്കെ എഴുതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും ചെയ്യും, അത് മനസ്സിലാക്കാനും പറ്റും. ഏതെങ്കിലും ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കും ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇതിൽ പറയുന്ന നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മെഷീൻ ഫൗണ്ടേഷൻ്റെ ബേസ് ഏരിയ 3/3 ആണ്. ടോട്ടൽ വെയിറ്റ് എത്രയാണ്? മെഷീൻ്റെയും ഫൗണ്ടേഷൻ്റെയും കൂടി 500 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ എന്താ 500 × 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ മാസ് കിട്ടി. ഇനി അസ്യൂം ദാറ്റ് ടോട്ടൽ ഇതിൻ്റെ താഴെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ഇതുപോലെ ആലോചിക്കൂ. ഇതാണ് നമ്മുടെ മെഷീൻ്റെ താഴെ അതിൻ്റെ ഫൗണ്ടേഷൻ അല്ലേ, ഇത് മെഷീൻ, അതിൻ്റെ ഫൗണ്ടേഷൻ, പിന്നെ അതിൻ്റെ താഴെ എന്താ പറയണേ 2/3 ഓഫ് ദി സോയിൽ ഓൾസോ. ഇതിൻ്റെ താഴെ സോയിലുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ഇത്രമാത്രം സോയിൽ ഇതിൽ വൈബ്രേഷനിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതാണ് ചോദ്യം. അതായത് അസ്യൂം ദാറ്റ് സോയിൽ മാസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ വൈബ്രേഷൻ ഈസ് 2/3 ദി വെയിറ്റ് ഓഫ് ഫൗണ്ടേഷൻ. ഇതിൽ പങ്കെടുക്കുന്ന ഒരു സോയിലും ഉണ്ട്. അപ്പോൾ ആ സോയിലിൻ്റെ വെയിറ്റും കൂടി ഇവർ കൂട്ടാൻ പറയുന്നുണ്ട്. ഇത് മാസ് കണ്ടുപിടിക്കില്ലേ നമ്മൾ M=2 എന്ന് പറയുമ്പോൾ 500 × 10⁻³ മാത്രമല്ല, ഇതിൽ ഒരു സോയിൽ മാസും കൂടി വൈബ്രേഷനിൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാവുന്നുണ്ട്. അപ്പോൾ അയാളെന്നെ കൂടി ആഡ് ചെയ്യാനാണ് പറയുന്നത്. അതെത്ര? 2/3 ഓഫ് ദി വെയിറ്റ് ഓഫ് ഫൗണ്ടേഷൻ്റെ വെയിറ്റ് 500 × ഇതാണെങ്കിൽ അല്ലേ 500 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ അതിൻ്റെ 2/3 കൂടി എന്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അപ്പം അങ്ങനെയാണെങ്കിൽ എത്രയാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ ലാസ്റ്റ് വെയിറ്റ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത് 100 കിലോഗ്രാമാണ്. അപ്പം മെഷീൻ്റെ വെയിറ്റ് 100 കിലോഗ്രാമാണ്. ഫൗണ്ടേഷനും മെഷീനും കൂടി 500 ആണെങ്കിൽ ദർശന എത്രയാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ വെയിറ്റ് വരിക? മെഷീൻ്റെ വെയിറ്റ് 100, മെഷീൻ പ്ലസ് ഫൗണ്ടേഷൻ 500. അപ്പോൾ സോയിൽ മാസിൻ്റെ വെയിറ്റ് എത്ര? മെഷീൻ്റെ വെയിറ്റ് 100, മെഷീൻ പ്ലസ് ഫൗണ്ടേഷൻ 500. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് സോയിൽ മാസിൻ്റെ വെയിറ്റും കൂടി എടുക്കണം. അപ്പോൾ സോയിൽ മാസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2/3 വെയിറ്റ് ഓഫ് ദി ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ 2/3 ഇൻറ്റു എന്താണ് ചെയ്യേണ്ടത്? ശ്രീലക്ഷ്മി, അനൂപ, ആർക്കാണ് ആദ്യം ഉത്തരം കിട്ടിയതെന്ന് വെച്ചാൽ പറയാ. നെറ്റിന്റെ പ്രശ്നം കൊണ്ടാട്ടോ ഞാൻ ആർക്കാ കേൾക്കാൻ അല്ലല്ലോ. ഇവിടെ കണ്ട ഏകദേശം കറക്റ്റാണ് പറഞ്ഞതെങ്കിലും ഫുള്ളായിട്ട് കറക്റ്റ് ആവണമെങ്കിൽ മെഷീൻ്റെ വെയിറ്റ് 100 ലാസ്റ്റ് ലൈനിൽ എഴുതിയിട്ടുണ്ട്. 100 മെഷീൻ്റെ വെയിറ്റ്, മെഷീനും ഫൗണ്ടേഷനും കൂടിയിട്ട് 500. അപ്പോൾ ഫൗണ്ടേഷൻ്റെ വെയിറ്റ് എത്രയാ? ഫൗണ്ടേഷന് മാത്രം മെഷീൻ 100 കിലോ ഭാരമുള്ള 100 കിലോ ന്യൂട്ടൺ ഭാരമുള്ള സാധനം ഒരു അതിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴെയല്ലേ ഒരു ബ്ലോക്ക് ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തത്. അപ്പോൾ മെഷീൻ്റെ ഫൗണ്ടേഷന് കൂടി 500 ആണ്, മെഷീൻ്റെ മാത്രം 400, മെഷീൻ്റെ മാത്രം 100 ആണ്. അപ്പോൾ ഫൗണ്ടേഷന് എത്രയാണ് വരിക? 500 മൈനസ് 400. അപ്പോൾ നമ്മളിവിടെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ സോയിലിൻ്റെ വെയിറ്റ് കിട്ടണമെങ്കിൽ 2/3 ഓഫ് ദി വെയിറ്റ് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ 2/3 × 400 അല്ലേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ തന്നെ വരുള്ളൂ എന്ന് വിചാരിക്കാം, അറിയാൻ പറ്റില്ല. KTUക്കാരനെ പുതിയ ക്വസ്റ്റ്യൻ ഇടുകയാണെങ്കിൽ അത് വരും. അപ്പോൾ 2/3 × 400 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? 500 + 2/3 × 400 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത്ര കിലോ ന്യൂട്ടൺ കിട്ടും. അതിനെ × 10⁻³ കിട്ടുമ്പോൾ നമുക്ക് മാസ് കിട്ടും. അത്രയാണ് ഇവിടുത്തെ മാസ് വരുന്നത്. പിന്നെ നമ്മുടെ സാധാ എന്ന് പറയുമ്പോൾ എപ്പോഴും √K⍵n നാച്ചുറൽ ഫ്രീക്വൻസി ബ്രാക്കറ്റിൽ സർക്കുലർ √K/m എന്ന് പറയുമ്പോൾ K എന്ന് പറയുന്നത് Nm/m കണ്ടോ? ഇത് കിലോ Nm/m അതിനെ × 10⁻³ ചെയ്ത് Nm/m മാസിനെ കിലോഗ്രാമിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്ര റേഡിയൻ/സെക്കൻഡ് എന്ന് കിട്ടും. അതിനെ മിനിറ്റിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത്ര സെക്കൻഡിലല്ലേ × 60 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? റൊട്ടേഷൻ പെർ മിനിറ്റ് കിട്ടും. റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് എന്ന് പറയാം.
റൊട്ടേഷൻസ് പെർ സെക്കൻഡ് എന്ന് പറയാം. പക്ഷേ അതിനെ RPM ആക്കണമെങ്കിൽ എന്ത് വേണം? ഇതിൽ RPM ആക്കാൻ പറഞ്ഞിട്ടുണ്ടോ? RPM ആക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അവർ വെറുതെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എന്താണ് 11.86 × 60 ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും റൊട്ടേഷൻസ് പെർ മിനിറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഇതിനെ വേണമെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ലീനിയർ ആണോ സർക്കുലർ ആണോ എന്ന് മനസ്സിലായിട്ടില്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ലീനിയറും ആക്കി കൊടുക്കാം. സർക്കുലർ ഇത്രയെന്ന് കിട്ടി, അപ്പോൾ അതിനെ ലീനിയർ ആക്കണമെങ്കിൽ ദിസ് വാല്യൂ ബൈ 2π ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത്ര ഹെർട്സാന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് കഴിയും. പിന്നെ അടുത്ത ടൈപ്പിലേക്ക് പോകുന്നത് അത് നമ്മളിപ്പോൾ എടുക്കണ്ട, ഇത് 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 നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മെഷീൻ ഫൗണ്ടേഷൻ ഈസ് സബ്ജക്റ്റഡ് ടു മാക്സിമം വെർട്ടിക്കൽ ഫോഴ്സ് ഓഫ് 2500 കിലോഗ്രാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് എന്താണ് മാക്സിമം ഇത് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു വെർട്ടിക്കൽ ഫോഴ്സ് പറയുമ്പോൾ ഇതാ ഫ്രീ വൈബ്രേഷൻ ആണോ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണോ? ആൻസർ കിട്ടിയവർ അവിടെ എഴുതി വെച്ചോളൂ. മെഷീൻ ഫൗണ്ടേഷൻ ഈ സബ്ജക്റ്റഡ് ടു മാക്സിമം വെർട്ടിക്കൽ ഫോഴ്സ്, അതിലേക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫ്രീ വൈബ്രേഷൻ അല്ല, ദാറ്റ് ഈസ് എ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഈ സബ്ജക്റ്റഡ് ടു മാക്സിമം വെർട്ടിക്കൽ ഫോഴ്സ് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്ന മാസ് അല്ല, ഇതിൽ വരുന്ന ഫോഴ്സ് ആണ് 2500 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് മാക്സിമം ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ Q0 sin ωt, അപ്പോൾ Q0 ആണ് ഈ പറയുന്ന 2500 കിലോഗ്രാം അല്ലേ? നമ്മളത് ബോർഡിലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാസ് സ്പ്രിങ് ഐഡിയലൈസേഷനൊക്കെ ആയിട്ട് വരച്ച് നോക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പം നമുക്കതൊന്നും വരയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം മനസ്സിലാക്കുക Q0 = 2500 കിലോഗ്രാം ആണ്. ഇനി വെയിറ്റ് ഓഫ് മെഷീനും ഫൗണ്ടേഷനും 18,000 ആണ്. K എന്ന് പറയുന്നത് ഇത്ര കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനെ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ ആക്കണം. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി മെഷീൻ എന്ന് പറയുന്നത് ഒമേഗയാണ്, ഒമേഗ n അല്ല. മനസ്സിലായോ? ഈ ഒമേഗ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, എക്സൈറ്റിംഗ് ഫ്രീക്വൻസി. അപ്പോൾ ഒമേഗ ഈസ് 40 RPS. നമ്മളോട് ചോദ്യം ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കണം, അതുപോലെ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ തന്നെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്ന സാധനങ്ങൾ എഴുതാം. ഒമേഗ തന്നിട്ടുണ്ട് 40, ഒമേഗയാണ് കേട്ടോ, ഒമേഗ n അല്ല, ഒമേഗ 40 RPS. K തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ന്യൂട്ടൺ പെർ മീറ്ററിലാക്കി. വെയിറ്റ് ഓഫ് മെഷീനും ഫൗണ്ടേഷനും 18,000 കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞത് കുഴപ്പമില്ല, അതിനെ കിലോഗ്രാം തന്നെയാക്കി. ഒമേഗ എന്ന് പറയുമ്പോൾ √K/m ആണ്. Kനെ എന്ത് കിട്ടി? Kനെ ന്യൂട്ടൺ പെർ മീറ്ററിലാക്കിയിട്ടുണ്ട് 18,000. അപ്പോൾ ഇത്ര റേഡിയൻസ് പെർ സെക്കൻഡ് റൊട്ടേഷൻസ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ കിട്ടി. അങ്ങനെ നമ്മൾ ഇത് കണ്ടുപിടിച്ചു, പകുതി ആൻസറായി, നാച്ചുറൽ ഫ്രീക്വൻസി സിസ്റ്റമായി. ഇനി മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് അല്ലേ? അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ്. ഇത് നമ്മൾ പഠിച്ചത് ഞാൻ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആംപ്ലിറ്റ്യൂഡ് = Q0/K Q0/K ഡിവൈഡഡ് ബൈ √1 - ω/ωn ഹോൾ സ്ക്വയർ ഹോൾ ടു പവർ 2 പ്ലസ് 2d ω/ωn ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരെ. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലം ഒന്ന് ചെയ്യാം കേട്ടോ, ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ ഡാമ്പിങ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഈ സിസ്റ്റത്തിൽ ഡാമ്പിങ് പ്രൊവൈഡഡ് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഡാമ്പിങ് എന്നൊരു വാക്കേ ഇവിടെ ഇല്ല. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ അൺഡാംപ്ഡ് കേസ്, ഡാമ്പിങ് ഇല്ല. അപ്പോൾ ഡാമ്പിങ് ഫാക്ടർ ഇവിടെ D എന്ന് പറയുന്നത് എന്താ? 0 കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇത് Q0/K √ω എന്നായി മാറും. അപ്പോൾ ഈ Q0 ഇതെന്ത് വരും? Q0 എന്ന് പറയുന്നത് എന്താ? Q0 എന്ന് പറയുന്നതിനെ 2500 × 10 ന്യൂട്ടൺ ആക്കണം. ഫോഴ്സ് അല്ലേ? ഫോഴ്സ് ആക്കാനായിട്ട് നമ്മളെപ്പോഴും × 9 നമ്മൾ Q0 എന്ന് പറയുന്നത് മാക്സിമം അൺബാലൻസ് ഫോഴ്സ് ഈസ് 2500 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ Q0നെ ഫോഴ്സ് ആക്കണം കേട്ടോ. അപ്പോൾ 2500 × 9.8 ഡിവൈഡഡ് ബൈ K നമുക്കറിയാം സ്റ്റിഫ്നെസ്, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എപ്പോഴും ന്യൂട്ടൺ പെർ മീറ്ററിലാണ്. അപ്പോൾ മുകളിലും ന്യൂട്ടൺ വേണം, അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ ന്യൂട്ടൺ കൊടുത്തു. ഡിവൈഡഡ് ബൈ 1 - 40, ഇതാണ് അതിൻ്റെ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 61 പോയിന്റ് എന്നുള്ളത് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് കിട്ടി. ക്ലിയർ അല്ലേ? ആ പ്രോബ്ലം അങ്ങനെ കഴിഞ്ഞു. ഇനി ഈ പ്രോബ്ലം കൂടി ആയാൽ കഴിഞ്ഞു. ഇത് ലാസ്റ്റ് പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, മെഷീൻ ഫൗണ്ടേഷൻ, മെഷീൻ വെയിറ്റും ഒക്കെ 114 kN തന്നിട്ടുണ്ട്. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും K 12 × 10⁴ തന്നിട്ടുണ്ട്. ആൻഡ് ഡാമ്പിംഗ് റേഷ്യോ D എന്ന് പറയുന്നത് 0.2 ആണ് തന്നിട്ടുണ്ട്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിൽ എഫ് ഈക്വൽ ടു F0 സൈൻ ഒമേഗ ടി എന്നുള്ള രീതിയിൽ F0ക്ക് വാല്യൂ Q0, F0 ഓർ Q0, F0 നമ്മുടെ നൊട്ടേഷനിൽ Q0 46 കിലോ ന്യൂട്ടനാണ്. ഒമേഗ അത് എക്സൈറ്റിംഗ് ഫ്രീക്വൻസി, ഓപ്പറേഷണൽ ഫ്രീക്വൻസി 157 ആണ്. ഇത് അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മോഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ തന്ന സാധനങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ സമാധാനം കിട്ടും നിങ്ങൾക്ക്. മീൻസ് തന്നതൊക്കെ എടുത്ത് എഴുതി കഴിഞ്ഞാലേ ഒരു ധാരണ കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടോ, മെഷീൻ്റെ വെയിറ്റ്, ഫൗണ്ടേഷൻ വെയിറ്റ് 140 കിലോ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 140 × 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ കിലോഗ്രാമിൽ കിട്ടി. കെ എന്ന് പറയുന്ന സാധനത്തിനെ ഇത് കണ്ടു 12 × 10⁴ എന്നുള്ളതിനെ ന്യൂട്ടൺ പെർ മീറ്റർ ആക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലായില്ലേ. എമ്മോ കെയും കണ്ട ഉടനടി നമ്മൾ എന്ത് കണ്ടുപിടിക്കാം, ω/n √k/m. അത് ഓട്ടോമാറ്റിക്കലി വരും. കാണുമ്പോൾ പ്രോബ്ലമൊക്കെ വലുതാണെങ്കിലും എഴുതി വരുമ്പോൾ അത് ω/n = √k/m തന്നെ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 91.69 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു ഉത്തരമായി. ഒരു ചോദ്യം ഏതായിരുന്നു, നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്, അൺഡാംപ്ഡ്, അതൊന്നും ആവശ്യമില്ല, ഇവിടെ ഡാമ്പിംഗ് ഒന്നും പ്രൊവൈഡ് ചെയ്തില്ല. നാച്ചുറൽ രീതിയിൽ നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി ω/n കിട്ടി. ഇനി ആംപ്ലിറ്റ്യൂഡ് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഇതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് അല്ലേ. അവിടെ എവിടെയൊക്കെ പറഞ്ഞിട്ടില്ലേ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ്ഡ് വൈബ്രേഷനിലെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്, Q0/k. നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ Q0/k, Q0 എന്ന് പറയുന്നത് എന്താ, അവിടെ നോക്കൂ, Q0 46 × 10⁻³ അല്ലേ. അപ്പോൾ അത് കണ്ടോ, 46 × 10⁻³ ഡിവൈഡഡ് ബൈ നമ്മുടെ വാല്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 157 ആണ്. 157 കൊടുത്തു. ω/n നമ്മൾ കണ്ടുപിടിച്ചു, 91 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഡാമ്പിംഗ് ഫാക്ടർ തന്നിട്ടുണ്ട് കേട്ടോ, 2 × 0.2 ആണ്. ഇത്ര 0.02 അല്ല, 0.2 ആണ് ഡാമ്പിംഗ്. ക്യാപിറ്റൽ ഡി ഡാമ്പിംഗ് റേഷ്യോ, ക്യാപിറ്റൽ ഡി 0.2 × എന്താണ് 157/9 ഇങ്ങനെ ചെയ്ത് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം മീറ്ററിൽ കിട്ടും. മീറ്ററിനെ mm ആയിട്ട് ഇവർ എക്സ്പ്രസ്, ആംപ്ലിറ്റ്യൂഡ് ആയതുകൊണ്ട് വളരെ തുച്ഛമായിരിക്കണം, അതുകൊണ്ട് mm എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. ക്ലിയർ അല്ലേ. ഇനി ഇതിൽ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഈസ് റേഷ്യോ ഓഫ് ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ് ടു ദി സ്റ്റാറ്റിക് ആംപ്ലിറ്റ്യൂഡ്. ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡാണ് നമുക്ക് കിട്ടിയത്. ഈ സംഭവം എന്ന് പറയുന്നത് ഡൈനാമിക് വൈബ്രേഷൻ ഫോഴ്സ് വരുമ്പോഴല്ലേ ഇത് വരുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ഡൈനാമിക് വാല്യൂ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ സ്റ്റാറ്റിക് ഡിസ്പ്ലേസ്മെന്റ് എന്താ, Q0/k, ഫോഴ്സ് ബൈ ഡിഫ്ലക്ഷൻ. അത്ര ആലോചിച്ചാൽ മതി. എപ്പോഴും സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അപ്ലൈഡ് ഫോഴ്സ് ബൈ സ്റ്റിഫ്നെസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് കിട്ടും. അപ്ലൈഡ് ഫോഴ്സ് എത്രയാണ്, Q0 ഇവിടെ എത്ര വരിക, അല്ലെങ്കിൽ F0 46 × 10⁻³ ഡിവൈഡഡ് ബൈ K എത്രയാണ്, K എന്ന് പറയുന്നത് ഇത്രയാണ് 12 × 10⁻⁷. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, നമ്മുടെ സിസ്റ്റത്തിൻ്റെ എന്ത് കിട്ടി, മാഗ്നിഫിക്കേഷൻ ഫാക്ടർ കിട്ടി. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇനി എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നിർത്താം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഇനിയും കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ M.Tech നോട്ടാണ്. ഇത്രയ്ക്കൊക്കെ വേണോ നമുക്ക് പറയില്ലേ, കേട്ടിയൊന്നും എവിടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതിൽ വരുന്ന ഈ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ മിക്കവാറും അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഇതിൽ ഏതെങ്കിലും ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ചെയ്യണം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ ഇതിൽ ഇനി ബാക്കി വരുന്ന ഈ 2 പ്രോബ്ലംസ് ഡിസ്കഷൻ മാറ്റി വെച്ച് 2 പ്രോബ്ലംസ് ചെയ്തിട്ട് ബാക്കി അരമൊടിയുടെ ഡിസ്കഷനും കൂടിയും അടുത്ത തിങ്കളാഴ്ച നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നിർത്തിയാലോ. ഓക്കെ അല്ലേ.